ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇതേപോലെ ഞാൻ ചാനലിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതേ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം 2 ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കവറിൽ ഫയൽസും പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ഡ്രസ്സ് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴുകിയതുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഫുൾ മഴക്കാലമൊക്കെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല. അത് നമുക്ക് പുറത്തിടണം കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യമായിട്ടുള്ള അപ്പൂസിൻ്റെ പാമ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ബംടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ. എനിക്ക് തോന്നുന്നു നല്ലൊരു ബ്രാൻഡാണ്. എൻ്റെ ചേച്ചിയൊക്കെ മ്യൂസിനെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ബംടമിൻ്റെ എന്താ പറയുക പാമ്പറാണ് കേട്ടോ യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അപ്പൂസിനെ മേടിക്കുന്നത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു പാമ്പർ മേടിച്ചിട്ടുള്ളത്. കാരണം മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പാമ്പർ, ചേട്ടൻ മേടിച്ച് കൊണ്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയ കാരണം ഞാനിപ്പോൾ പുതിയതൊരെണ്ണം മേടിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ഇല്ല, എന്നാലും ഒരു 72, ഇതിപ്പോൾ എത്ര പീസാണ്, അതെ 72 പാൻസാണ് കേട്ടോ. 7 to 12 kgയുടെയാണ് വെയിറ്റ് വരുന്ന ആൾക്കാർക്ക്. മീഡിയമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 72 പാമ്പറിന് എനിക്ക് വന്നിട്ടുള്ളത് 564 രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും, അഫോർഡബിൾ ആണ്. ഇപ്പോൾ ഒരു പാമ്പറിന് 7 രൂപയോ എത്ര രൂപയും കൂടെ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ ആണെന്ന് ആയതുകൊണ്ട് ഞാൻ മേടിച്ചു കേട്ടോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബാഗുകൾ ഒഴിവാക്കാം കേട്ടോ. ബാഗിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കബോർഡിലേക്ക് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാൻഡ് ബാഗ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഹാൻഡ് ബാഗ് അതിലേക്ക് കൊണ്ടെടുത്ത് വെക്കാമെന്നുള്ളൂ. പിന്നെ പാമ്പർ നമുക്ക് പാമ്പറിന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പാമ്പറിനായിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാൻ പാമ്പർ വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ ബാഗ് ഉണ്ട്. അപ്പോൾ ഈ ബാഗ് ഇവിടെ ഈ ഒരു സ്പോട്ടിൽ കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആണ് കേട്ടോ. അതെ, അപ്പോൾ പാമ്പർ ഇത് അവിടെ സെറ്റായി കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, കാരണം നമുക്ക് അവസാനം വെച്ചാൽ മതി. പിന്നെ ഹാൻഡ് ബാഗാണ്. ഹാൻഡ് ബാഗ് നമുക്ക് ഉള്ളിലേക്ക് വെക്കണം. പിന്നെയുള്ളത് ഈ ബാഗാണ് കേട്ടോ. ഇതിൽ ഫുള്ള് എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പൂസിൻ്റെ ഡ്രസ്സുകൾ, അധികം ഡ്രസ്സുകളില്ല ഇതിൽ, ഫുള്ള് എൻ്റെ ഡ്രസ്സുകളാണ്. ഇത് നമുക്ക് ഒന്ന് ഇതാക്കി വെക്കാണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലിടുന്നതും അതുപോലെ തന്നെ നല്ല ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇതിൽ. നമുക്കത് ഒതുക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ബാഗിലത്തെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലുള്ളത് ഒരു ഹാൻഡ് ബാഗും അതുപോലെ തന്നെ പിന്നെ എൻ്റെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളും പിന്നെ എൻ്റെ മരുന്നുകളാണ് ഈ ബാഗിലുള്ളത് കേട്ടോ. ഈ ഒരു ബാഗാണ് കേട്ടോ ഒതുക്കാനുള്ളത്. അടുത്തത് ഇനി ഹാൻഡ് ബാഗാണ് കേട്ടോ. അപ്പോൾ ഹാൻഡ് ബാഗിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുടയുണ്ട്. മഴക്കാലമാണല്ലോ, അതുകൊണ്ട് ഒരു കുട എടുത്ത് വെക്കും. പിന്നെ എൻ്റെ ക്ലിപ്പ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ക്ലിപ്പും അതുപോലെ തന്നെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും അപ്പൂസിൻ്റെ മരുന്നുകളാണ് കേട്ടോ. മറ്റേ ചൂടുകുരുവിൻ്റെ മരുന്നും കാലാമിൻ ലോഷൻ പിന്നെ പനിയുടെ മരുന്നും ഒക്കെ. പിന്നെ ഇത് വേറെ ആവശ്യമില്ലാണ്ട് മേടിച്ചതാണ് കേട്ടോ. ഈ മൂക്കുന്ന ഇതൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഈ ഒരു ബാഗും ഈ ഒരു ബാഗും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കുള്ളത് ഈ ഒരു നനഞ്ഞ തുണികളാണ് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഫയൽസ്, കാരണം ഫയൽസ് എന്ന് പറയുന്നത് ഇത് മറ്റേ മരുന്നിൻ്റെ ഫയൽസുകളാണ് കേട്ടോ. കാരണം എൻ്റെ ഡോക്ടറെ കാണിച്ചിട്ടുള്ള അങ്ങനത്തെ മരുന്നുകളുടെ ഫയൽസാണ്. അത് എന്താ ഞാൻ കൈ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അപ്പൂസിൻ്റെ എൻ്റെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ എല്ലാ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ പിടിക്കണം എന്നാണ്. എന്താ എപ്പോഴും ആവശ്യം വരാൻ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കൈ പിടിക്കണം. സപ്പോർട്ട് സെറ്റായിട്ടുണ്ട്. ഇതിലുള്ള കുറച്ച് തുണികളാണ് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് തുണികളുണ്ട്, അതും കൂടി ആക്കി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഏകദേശം ഇനി ഇതെൻ്റെ മേക്കപ്പ് സെറ്റാണ് കേട്ടോ. ഇതിലെൻ്റെ എല്ലാ അത്യാവശ്യം
വേണ്ട അല്ലറ ചില്ലറ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പൗച്ചാണ് കൈ പിടിക്കുക കേട്ടോ എവിടേക്ക് പോകാണെങ്കിലും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ളതെന്ന് പറയുന്നത് തുണികളാണ് കേട്ടോ. അത് ഞാൻ അവിടെ പുറത്ത് പോയിട്ട് കൊണ്ടിടണം. അത് ഞാനിപ്പോൾ ഇടുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.